السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ആമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സൂറത്തുൻ നിസായിൽ അനന്തരാവകാശ സ്വത്ത് വിതരണം ചെയ്യുന്നത് സംബന്ധമായും വസിയത്ത് ചെയ്യുന്നത് സംബന്ധമായുള്ള വിശദീകരണത്തിൽ ഹസ്രത്ത് ഖലീഫത്തുള്ള പറയുന്നു. മോറോവർ, മാത്രമല്ല, ഇഫ് ദ സിറ്റുവേഷൻ അറൈസസ്, ഒരു സാഹചര്യം ഉടലെടുത്തു എന്നിരിക്കട്ടെ, ആൻഡ് എ ഗ്രേറ്റ് സം മണി റിമെയിൻസ്, വളരെ വലിയ ഒരു തുക അവശേഷിക്കുകയും ചെയ്തു. ആഫ്റ്റർ ദ അലോക്കേഷൻ ഓഫ് ആൾ ഷെയർസ്, എല്ലാവർക്കും കൊടുക്കുവാനുള്ള വിഹിതങ്ങളൊക്കെ നൽകിയതിന് ശേഷം, ഓഫ് ദ ഹെയർസ് ഓഫ് ദ ഡിസീസ്ഡ്, മരണപ്പെട്ട ആളിൻ്റെ അനന്തരാവകാശികൾക്ക് എല്ലാം നൽകിയതിന് ശേഷം വീണ്ടും വലിയ ഒരു തുക അവശേഷിക്കുന്നുവെങ്കിൽ, അക്കോർഡിംഗ് ടു ദ ബുക്ക് ഓഫ് അല്ലാഹ്, വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനം അനുസരിച്ച്, therefore the remaining money or property can go to, അവശേഷിക്കുന്ന ധനം അല്ലെങ്കിൽ വസ്തുവകൾ ഇപ്രകാരം കൊടുക്കാവുന്നതാണ്. ഒന്ന്, ദ ക്ലോസ് റിലേറ്റീവ്സ്, ഏറ്റവും അടുത്ത ബന്ധുക്കൾ. ആൻഡ് ഇൻ ദെയർ ആബ്സെൻസ്, ഇനി അവരുടെ അസാന്നിധ്യത്തിൽ, ദ ഡിസ്റ്റൻ്റ് റിലേറ്റീവ്സ്, അകന്ന ബന്ധുക്കൾ. ഇനി ദ മുസ്ലിം കമ്മ്യൂണിറ്റി, മുസ്ലിം സമൂഹത്തിന്, സമുദായത്തിന്, ഫോർ ദ പ്രൊപ്പഗേഷൻ ഓഫ് ദ മെസ്സേജ് ഓഫ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ സന്ദേശം പ്രബോധനം ചെയ്യുന്നതിന്, എത്തിക്കുന്നതിന് വേണ്ടി മുസ്ലിം സമുദായത്തിന് കൊടുക്കാം. പുവർ ആൻഡ് നീഡി പീപ്പിൾ, സാധുക്കളും മിസ്കിന്മാരും ഫക്കീർമാരും ആയിട്ടുള്ള ആളുകൾക്ക് അവശേഷിക്കുന്ന ധനം ഈ പറഞ്ഞ 4 കാറ്റഗറി ആയിട്ട് അത് കൊടുക്കാവുന്നതാണ്. ഇറ്റ് ഈസ് എ ഫാക്ട്, ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, ദാറ്റ് ദ ഇറ ഓഫ് എ മെസ്സഞ്ചർ ഓഫ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ ദൂതൻ്റെ ആഗമനകാലം, ബ്രിങ്സ് ചേഞ്ചസ് ഇൻ ഫാമിലി റിലേഷൻസ്, കുടുംബ ബന്ധങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ്. ഒരു ദൂതൻ ഒരു നൂറ്റാണ്ടിൽ, ഒരു കാലഘട്ടത്തിൽ അവതരിക്കുമ്പോൾ കുടുംബ ബന്ധങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ്. ബ്രിങ്സ് ചേഞ്ചസ് ഇൻ ഫാമിലി റിലേഷൻസ്, വെയർ ബൈ ഇറ്റ് ഈസ് ഓൺസ് ഓൺ ബ്ലഡ് റിലേറ്റീവ്സ്, അത് രക്തബന്ധങ്ങളിൽ പോലും, who like the people of old calumniate, പണ്ടുള്ള ആളുകൾ അപവാദം പറഞ്ഞു വരുത്തി
ദ എലക്ട് ഓഫ് അള്ളാഹ് ആൻഡ് ഹിസ് ഡിസൈപ്പിൾസ്. അള്ളാഹുവിൻ്റെ ദൂതനെയും ആ ദൂതനെ അംഗീകരിച്ച അദ്ദേഹത്തിൻ്റെ അനുചരന്മാരെയും അപവാദം പറഞ്ഞ് പരത്തിയവരെ പോലെ, ആൻഡ് തസ് ബ്രിങ് ഡിസ്ഗ്രേസ് ടു ദ കമാൻഡ് ഓഫ് അള്ളാഹ്, അങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് അവർ അപമാനം വരുത്തുകയും ചെയ്യുമ്പോൾ, ഫോർ റിജക്റ്റിംഗ് ദ മെസ്സഞ്ചർ ഓഫ് അള്ളാഹ്, അള്ളാഹിൻ്റെ ദൂതനെ ഇപ്രകാരം നിരസിക്കുന്നതിലൂടെ, നൂറ്റാണ്ടുകളിലൂടെ വരുന്ന ദൂതന്മാരെ നിരസിക്കുന്നതിലൂടെ, എമൗണ്ട്സ് ടു റിജക്റ്റിംഗ് അള്ളാഹ്, അള്ളാഹുവിനെ തന്നെ നിരസിക്കുന്നതിന് തുല്യമായി വരും. ദ മാൻ ഓഫ് ഗോഡ്, അള്ളാഹുവിൽ നിന്ന് വന്ന പ്രസ്തുത മനുഷ്യൻ, ബീയിങ് ഓൺലി ദ ഇൻസ്ട്രുമെൻറ്റ്സ്, അതൊരു ഉപകരണം മാത്രമായിട്ട് വർത്തിക്കുകയാണ്. അള്ളാഹുവിൽ നിന്ന് വരുന്ന ആൾ ഒരു ഉപകരണം മാത്രമാണ്. ഓഫ് ദ ഡിക്രീസ് ഓഫ് അള്ളാഹ്, അള്ളാഹുവിൻ്റെ കൽപ്പന നടപ്പിൽ വരുത്തുന്നതിനുള്ള ഒരു ഉപകരണം മാത്രമാണ് ഈ അള്ളാഹു തിരഞ്ഞെടുക്കുന്ന ഇത്തരത്തിലുള്ള ആളുകൾ. എങ്ങനെയാണ് എന്ന് ഈ ആളുകളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്രകാരം ചെയ്യുന്നത്. Therefore, ആയതിനാൽ, ഡ്യൂറിങ് ദ ഇറ ഓഫ് പ്രോഫിറ്റ്സ് ഓഫ് അള്ളാഹ്, അള്ളാഹുവിൻ്റെ ദൂതന്മാരുടെ ആഗമനം ഉണ്ടാകുന്ന കാലഘട്ടങ്ങളിൽ, ഹു കം ഇൻ ഒബീസിയൻസ് ടു അള്ളാഹ്, അവർ അള്ളാഹുവിനെ അനുസരിക്കുന്നതിന് വേണ്ടി ആണ് വന്നത്. ആൻഡ് ദ ഹോളി പ്രോഫറ്റ് ഓഫ് ഇസ്ലാം, പരിശുദ്ധ പ്രവാചകൻ, ഇസ്ലാമിലെ പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്നതിന് വേണ്ടി, അതവരെ ബോധനം നടത്തുന്നതിന് വേണ്ടി ആണ് അവരുടെ ആഗമനം. അനദർ ഇൻട്രസ്റ്റിംഗ് സൗണ്ട് ഹദീസ് അപ്ലൈസ്, ശക്തമായ ഒരു ഹദീസിൽ രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, വെയർ ബൈ ദ പ്രോഫറ്റ് ഓഫ് അള്ളാഹ്, അതിൽ അള്ളാഹുവിൻ്റെ ദൂതന് ഈസ് നറേറ്റഡ് ടു ഹാവ് സെറ്റ്, ഇപ്രകാരം പറഞ്ഞതായിട്ട് വിവരിച്ചിരിക്കുന്നു. എ മുസ്ലിം, സഹീഹായ അതിശക്തമായ പ്രസ്തുത പ്രവാചകവനത്തിൽ, എ മുസ്ലിം കനോട്ട് ബി ദ ഹെയർ ഓഫ് എ ഡിസ്ബിലീവർ, ഒരു മുസ്ലിമിന് ഒരു അവിശ്വാസിയുടെ അനന്തരാവകാശിയാവാൻ പറ്റില്ല. ഒരു വിശ്വാസി അവിശ്വാസിയുടെ അനന്തരാവകാശിയാവാൻ പറ്റില്ല. നോർ ക്യാൻ എ ഡിസ്ബിലീവർ, അതുപോലെ ഒരു സത്യനിഷേധിയായ ആൾ, ബി ദ ഹെയർ ഓഫ് എ മുസ്ലിം, ഒരു മുസ്ലിമിൻ്റെ അനന്തരാവകാശിയാകാനും പറ്റില്ല. ബന്ധങ്ങളൊക്കെ മാറി മറിയുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഒരു കുടുംബത്തിലുള്ള അംഗങ്ങൾ ആണെങ്കിലും അള്ളാഹുവിൻ്റെ ദൂതനെ അംഗീകരിക്കുകയും അദ്ദേഹം ആ കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ നടപ്പിൽ വരുത്തുന്നതിനു വേണ്ടി അദ്ദേഹം നൽകുന്ന ഉപദേശങ്ങൾ ശിരസ വഹിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ നമ്മളൊക്കെ യഥാർത്ഥ പട്ടികയിൽ നിന്നും പുറത്തു പോകും. അപ്പോൾ ഒരു കുടുംബത്തിൽ തന്നെ റിലേഷൻസ് പലതാകുകയാണ്. അവിടെ സ്വീകരിക്കുന്നവരുമുണ്ട്, സ്വീകരിക്കാത്തവരുമുണ്ട്. അങ്ങനെ സ്വീകരിക്കുന്നവരെ മുസ്ലിം എന്ന് പറയും, സ്വീകരിക്കാത്തവരെ തള്ളിക്കളയുന്നവർ. എന്തിനാ, നമ്മുടെ മുറ്റത്തൊരു പള്ളി ഉണ്ടെങ്കിൽ ആ പള്ളിയിൽ പോയി ഒന്ന് നമസ്കരിക്കുവാനോ ആ പള്ളിയുടെ പരിസരം ഒന്ന് ശുദ്ധിയാക്കുവാനോ പോലും തയ്യാറാകാത്ത വിശ്വാസികളാണെന്ന് പറയുന്ന പട്ടികയിലുള്ള ആളുകൾ ഒരുപാട് ഉണ്ട്. അവരൊക്കെ അതിൻ്റെ അനന്തരഫലങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും. ആരാണോ തങ്ങളുടെ ജീവിതം അള്ളാഹുവിൻ്റെ പ്രീതിക്കായി സമർപ്പിക്കുന്നത് അവർക്ക് അതിൻ്റെ ഫലമുണ്ട്.
അപ്പോൾ ഒരു കുടുംബത്തിൽ തന്നെ എന്തായിത്തീരും, പ്രവാചകനെയും പ്രവാചകൻ്റെ ശിഷ്യന്മാരെയും തിരസ്കരിക്കുകയും തള്ളിപ്പറയുകയും ചെയ്യുന്ന ആളുകൾ ഉണ്ടാകാം. അപ്പോഴാണ് ചോദിക്കുന്നത്, എ മുസ്ലിം കനോട്ട് ബി ദ ഹെയർ ഓഫ് എ ഡിസ്ബിലീവർ. അപ്പോൾ ഒരു അവിശ്വാസിയുടെ അനന്തരാവകാശിയാകാൻ ഒരു മുസ്ലിമിനും പറ്റില്ല. അതുപോലെ നോർ ക്യാൻ എ ഡിസ്ബിലീവർ ബി ദ ഹെയർ ഓഫ് മുസ്ലിം. ഒരു മുസ്ലിമിൻ്റെ അനന്തരാവകാശിയാവാൻ ഒരു അവിശ്വാസിക്കും സാധ്യമല്ല. ഉസാമ ഇബ്നു സെയ്ദ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പറയുന്നതാണ്. ദിസ് ഹദീസ് ഈസ് കംപ്ലീറ്റ്ലി ഇൻ എഗ്രിമെൻറ്റ് ടു ദ ഹോളി ഖുർആൻ വെയർ അല്ലാഹ് സേസ്. ഇത് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ വചനങ്ങളുമായി പരിപൂർണമായിട്ടും യോജിക്കുന്നതാണ്. ആ ഖുർആനിക വചനങ്ങൾ ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഭാഗം നമുക്ക് നാളെ അള്ളാഹു തൗഫീഖ് ചെയ്താൽ നമുക്ക് പരിശോധന വിധേയമാക്കാം. അല്ലാഹു തആല കൽപ്പിക്കുന്ന കൽപ്പനകൾ നമ്മൾ നിസ്സാരമായി കാണരുത്. അള്ളാഹുവിന് 1-ാം സ്ഥാനം, അവൻ്റെ പ്രവാചകന് തൊട്ടടുത്ത 2-ാം സ്ഥാനം. ഇത് രണ്ടും നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള സൃഷ്ടികളാണ് നമ്മൾ. അതിനു വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ വളരെ വലിയ ഉത്തരവാദിത്വം കുടുംബത്തോട്, ഭാര്യയോട്, മക്കളോട്, മാതാപിതാക്കളോട്, സമ്പത്തിനോട്, സമൂഹത്തോട്, എല്ലാത്തിനോടും വളരെ വലിയ ഉത്തരവാദിത്വമുള്ള ഒരു മനുഷ്യ ജന്മമാണ് മനുഷ്യനെന്ന് പറയുന്നത്. ആ ഉത്തരവാദിത്വ നിർവഹണത്തിനാണ് അവൻ ഇഹലോകത്തും പരലോകത്തും ബർക്കത്ത് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ധനം നമുക്ക് ഒരുപാട് കുന്നുകൂടി എന്ന് വിചാരിച്ച് അതൊരിക്കലും ഒരു ബർക്കത്താവില്ല. അതിനെ അള്ളാഹിൻ്റെ വഴിയിൽ നമ്മൾ ചിലവഴിക്കുമ്പോഴാണ് നമുക്കത് ബർക്കത്തായി വരുന്നത്. അതല്ല എങ്കിൽ അതൊക്കെ വളരെ വലിയ നാശകേതുക്കളാവും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ദിവസവും നല്ലതുപോലെ നിങ്ങൾ ചിന്തിക്കണം. എന്നിട്ട് നിങ്ങളുടെ അസർ, നിങ്ങളുടെ അടയാളം, നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ മികവ് ഈ ലോകത്ത് നിലനിർത്തിയിട്ടായിരിക്കണം നിങ്ങൾ പോകേണ്ടത്. അത് നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ മുറുകെ പിടിച്ചുകൊള്ളുക, അവൻ്റെ പ്രവാചകനെ മുറുകെ പിടിച്ചുകൊള്ളുക. 2 കാര്യം ഞാൻ ഉപേക്ഷിച്ച് പോവുകയാണ്. ഇത് നിങ്ങൾ മുറുകെ പിടിക്കുന്നിടത്തോളം നിങ്ങൾ വഴി പിടിച്ചു പോവുകയില്ല. ഇത് രണ്ടിനെയും അവഗണിച്ചിട്ട് ജീവിക്കുന്നവർ തന്നെ പറയുകയാണ് അവരിതിനകത്താണ് എന്ന്. എന്ത് വിരോധാഭാസമാണ്! എങ്ങനെയാണ് ഇവർക്ക് പറയാൻ കഴിയുന്നത്? ഈ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാത്ത ആളുകൾ, അള്ളാഹിൻ്റെ വഴിയിൽ ചിലവഴിക്കാത്തവർ, സക്കാത്ത് കൊടുക്കാത്തവർ, ദാനധർമ്മങ്ങൾ ചെയ്യാത്തവർ, പള്ളിയിൽ പോകാത്തവർ, പരിസര ശുചീകരണം നടത്താത്തവർ, കുടുംബത്തിൽ സമാധാനത്തോടുകൂടി ജീവിക്കാൻ അനുവദിക്കാത്തവർ, എന്തെല്ലാം പ്രശ്നകാരികളായാണ്. എന്നിട്ട് അവരെല്ലാം പറയുന്നത് അവരൊക്കെ ജമാഅത്ത് ഇസ്ലാമിലുള്ള അല്ലെങ്കിൽ ഇസ്ലാമിലുള്ള. ഇസ്ലാമും ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല കേട്ടോ. അത് പരിപൂർണമായിട്ടും അള്ളാഹുവിന് അവൻ്റെ പ്രവാചകൻ്റെ ഉപദേശങ്ങൾക്കും കീഴടങ്ങലാണ്. അങ്ങനെ നമ്മൾ ഓരോരുത്തരും കീഴടങ്ങുവാൻ തയ്യാറുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം. ആ രക്ഷാമാർഗത്തിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും കൊണ്ടുവന്ന് ആക്കട്ടെ. ജസാക്കുമുല്ലാഹി ഖൈറൻ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.